കണ്ണു തുറക്കല്ലേ, കണി കാണണ്ടേ? ഇന്ന് വിഷു അല്ലേ? നോക്കിക്കാമേ കറക്റ്റല്ലേ? കാലം കൊണ്ട് തട്ടല്ല സെലക്ഷൻ. ഇത്ര മതിയോ? തുറന്നു ഈ നേരത്തെ കൊടുക്കുന്ന ബാക്ക് ക്യാമറ തുറക്കണമായിരുന്നു. ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇപ്പൊ നമ്മളെല്ലാരും കണ്ടു. ഹലോ ഗൈസ്, വെൽക്കം ടു എ ന്യൂ വ്ലോഗ്. ഇന്ന് വിഷു ആണ്. ഹാപ്പി വിഷു. ഒരുപാട് വിഷു കഴിഞ്ഞ് ഒരുപാട് നാളെ ഉണ്ടായിരിക്കും ഇത് കാണുന്നത്. എന്നാലും ഇരിക്കട്ടെ, ഒരു പുതിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ അവിടെ നിന്ന് കൂട്ടുപോ ഇടുന്നു. എടാ പ്രാർത്ഥിക്കാൻ നിങ്ങൾ നീങ്ങിന്ന് പ്രാർത്ഥിക്കും. എനിക്ക് വേറെ പൈസ ഇരിക്കുന്നേ. മഞ്ചാടിക്കുരുണ്ടോ അധികം ഇല്ലായിരുന്നു. ഇഷ്ടം പോലെ ബാങ്ക് ജീവനക്കാരിയായ എൻ്റെ ഭാര്യ തന്ന കൈനീട്ടം. നല്ല ഫ്രഷ് നോട്ട്സ്, ഒരു ചുളിവില്ലാത്ത ഫ്രഷ് നോട്ടുകൾ. ആഹാ, ആഹാ, എന്താ മണം. വിഷുക്കണി ഒരു അത്ഭുതമായി തോന്നിയത് ഇപ്പോഴാണ്. കൈ നിറയെ വിവിധ തരത്തിലുള്ള നോട്ടുകൾ. കൊള്ളാം. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഇന്നൊരു വിഷുക്കാലമാണ്, വിഷു ദിവസമാണ്. രാവിലെ അമ്പലത്തിൽ പോവുകയാണ്. 5 മണിക്ക് പോകാനായിട്ട് ഒരുങ്ങി. ഇപ്പോൾ പോകുന്നത് 8 മണിക്കാണ്. പറയായിരുന്നു ഉടുത്തേക്കുന്നത് ഉടുക്കാനായിട്ട് മണിക്കൂർ 2 എടുത്ത്. അവസാനം അമ്മ വന്ന് ശരിയാക്കി കൊടുത്ത് ഞങ്ങൾ കാർ എടുക്കാനായിട്ട് നടക്കുകയാണ്. രാവിലെ ക്ഷേത്രദർശനം. ഒരു വൈരാഹിയെ ഗ്രഹസ്ഥനാക്കി മാറ്റിയ ഒരു എത്തീസ്റ്റിനെ കോപ്പറേറ്റുകൾ കൊണ്ട് എൻ്റെ ചാനൽ വിൽക്കാനും പോട്ടും കേട്ടോ. ഒരിടത്തത് കഴിഞ്ഞ് ഇനി അടുത്തടുത്ത് പറയെടുക്കാനായിട്ട് പോവാണ്. നല്ല കല്യാണത്തിന് ശേഷമുള്ള വിഷു അടിപൊളി. 5 മണിക്കൊക്കെ ചാടി എഴുന്നേക്കണം. ഞാൻ എൻ്റെ 5-ാം വയസ്സിലും കണ്ട 5 മണിക്കൊക്കെ എഴുന്നേറ്റ് വിഷു കണ്ടത്. വളരെ ഇതിനെ കുറിച്ച് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ പറയാൻ ഡീറ്റെയിൽ ആയിട്ട്, സമയമില്ല. നമ്മുടെ കല്യാണം കഴിഞ്ഞ ധരിച്ചെടുക്കാനെന്ന് പറഞ്ഞ നിർബന്ധം പിടിച്ച് നടക്കുന്ന വീഡിയോ എടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിച്ചപ്പോൾ എൻ്റെ 0.5 ഇട്ടേക്കുന്നത്. നടന്നോ, എന്തൊക്കെ പുനിതം പൂനാച്ചിയും കാണണം. ഇതാണ് ഇവിടുത്തെ കണി. എന്ത് ചെയ്താലും ഞാൻ ഐക്ഷയ്ക്ക് എടുക്കുന്നത് അതുപോലെയാണ് എടുത്ത് കൊടുക്കണം. അതൊരു കഷ്ടമാണ്. നമ്മൾ നേരെ പോകുന്നത് വീട്ടിലേക്കാണ്
നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് അമ്പലത്തിലെ സെക്രട്ടറി ദൈവത്തെ പോലെ ഒന്നൊരു ഉണ്ണിയപ്പം തന്നു. വിഷുവായിട്ട് ഇന്നത്തെ അമ്പല പര്യടനം കഴിഞ്ഞല്ലോ. കഴിയിടം കഴിഞ്ഞു. കഴിയിടനം കഴിഞ്ഞു. നല്ല ചൂട് പപ്സ് കഴിക്കാനായിട്ട് ഒരു ബോർമയിൽ, ഇവിടെ അടുത്തൊരു ബോർമയുണ്ട്, അവിടെ നല്ല പപ്സ് കിട്ടും, ചൂട് പപ്സ്. ആ വെളുപ്പിന് എഴുന്നേറ്റതാ, ചൂടൊരു പപ്സ് കഴിച്ചിട്ട്. ചൂട് പപ്സ് അവിടെ ഇല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ചൂട് പപ്സ് ഇല്ലെങ്കിൽ ഞാൻ ചൂടാവും. അത് പറ്റത്തില്ല, വിഷുവായിട്ട് അത് പറ്റത്തില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നറിയോ, എന്റെ ഭാര്യഗ്രഹത്തിലേക്ക് പോവുകയാണ്. അത് അപ്പൊ ഞങ്ങൾ അവിടെ പോയിട്ട് വരാവേ. പപ്സ് വാങ്ങിയത് കാണിച്ചുതരാം. ആ ശരിയാ, പപ്സ് വാങ്ങിക്കുന്ന കാണിച്ചു തരാവേ. ശരി ശരി ശരി. ഈ ബോർമയിലാണ് ചൂട് പപ്സിന് വേണ്ടി കയറിയത്. ആക്ച്വലി ഈ ഇവിടുത്തെ ബോർമയിലെ പപ്സ് ഭയങ്കര ഫേമസാ. ചൂട് പപ്സ് ഇല്ല, ആയില്ല, കഴിയുമെന്ന്. അതുവരെ ക്ഷമിക്കാൻ പറ്റില്ലല്ലോ, പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു, ഇപ്പൊ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു ഭാര്യഗ്രഹത്തിലേക്ക് പോകും. ഓക്കെ. ചെറിയ മൂട് വരുമ്പോ ഒരു വിളഞ്ഞിട്ട് ഒരു ഒഴിഞ്ഞിട്ട് നമ്മളിപ്പോ എന്റെ വീട്ടിലെത്തിയിരിക്കാണ് ഗൈസ്. പിന്നെ പരമസുഖം ദിനമുട്ടു കഴിഞ്ഞാൽ പട്ടിക്കു സമം. ഓക്കെ, നമ്മളിപ്പോ എവിടെ വന്നിരിക്കാണ് ഞങ്ങള്. ഇത് കോപ്പിറൈറ്റ് അടിക്കുമായിരിക്കുമോ? അങ്ങനെ തന്നെ. ഓക്കെ, നമ്മള് വീട്ടിലെത്തിയിരിക്കാണ് ഗൈസ്. വീട്ടിലോട്ട് നടന്ന് കയറുകയാണ് ഗൈസ്. ഓക്കെ, നടപാതകളിലൂടെ കയറുന്നു. ഇവിടെ കണി ഒരുക്കിയിരിക്കുകയാണിത് ഗൈസ്. നമ്മളത് എടുത്തിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ക്ഷേത്ര പര്യടനം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. എത്ര മണിക്കാണെന്നറിയാമോ? 12 മണിക്ക്. 12 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിനി തുടങ്ങണം ഇന്നത്തെ ദിവസം. അപ്പോൾ വ്ലോഗ് തീർന്നിട്ടില്ല, എന്തെല്ലാം കണ്ടന്റ് ഇവിടെ ആഡ് ചെയ്യാം. ചെറിയ ഷോർട്ട് വ്ലോഗായിപ്പോൾ അല്ലെങ്കിൽ. ഓക്കെ, ആ പരിപ്പ്, പപ്പടം, കരിമീൻ. സാധാരണ എവിടെ പോകണമെങ്കിലും ഇപ്പോൾ രാവിലെ ആണെങ്കിലും ഞങ്ങൾ ലേറ്റായിട്ടായിരുന്നു ഒരുങ്ങിയത്. ഇപ്പം ഞങ്ങൾ നേരത്തെ ഒരുങ്ങിയത്. ഒന്ന് ചെറുതായിട്ടൊന്ന് താറി കൊടുക്കും. എവിടെ പോകാന്ന് പറഞ്ഞില്ലല്ലോ. സായാഹ്നം അങ്ങനത്തെ മാത്രമേ. അവന് ഇഷ്ടമാകുമ്പോ തന്നെ സ്കൂള് മാറിപ്പോയി. രണ്ടാമത്തെ ലവ് അതാണ് ആദ്യത്തെ. ആ, പൊടി പറത്തരുത് നീ, അത് വേണ്ട കേട്ടോ. പൊടി പറത്താതെ കളി. കഴിഞ്ഞ് ചെന്നിട്ട് കുളിക്കുമെങ്കിൽ കുഴപ്പമില്ല. എന്തിന്റെ എന്ത് കളക്ഷൻ? നിനക്ക് എത്ര വയസ്സുണ്ട്? ജെൻസി അല്ല, ഇത് വേറെ ഏതോ ഒരു ജനറേഷൻ. വളരെ ഡേഞ്ചറസ് ആയ ഒരു ജനറേഷൻ വളർന്ന് കയറി വരുന്നുണ്ട്. എത്രല്ല പഠിക്കുന്നേ? ഇതിപ്പോ എല്ലാരും അറിയും വ്ലോഗായത്. അപ്പൊ ഗൈസ് നമ്മള് അവസാനിപ്പിക്കുകയാണ്. നമ്മള് വണ്ടി തിരിച്ചിനി കൊണ്ടുവന്ന് വീട്ടിൽ തന്നെ ഇടാനായിട്ട് പോവാ. ബൈക്ക് എടുത്തോണ്ട്. പക്ഷെ ആ സമയത്ത് നമ്മള് വീഡിയോ എടുക്കാനുള്ള സാധ്യത കുറവാണ്. അപ്പൊ ഇവിടം വരെ വീഡിയോ കാണത്തുള്ളൂ. അതൊന്ന് പറയാൻ വേണ്ടിട്ടാണ് നമ്മളിപ്പോ വൈൻഡപ്പ് ചെയ്യാന്ന് പറയാനുണ്ട്. കാരണം പ്രത്യേകിച്ച് ഒന്നും ഇല്ലായിരുന്നത്. രാവിലത്തെ ആ ഒരു ഞങ്ങളുടെ ഫസ്റ്റ് വിഷു ആയിരുന്നു. നല്ല വിഷു ആയിരുന്നു. നല്ല വിഭവസമൃദ്ധമായ ഇത് വിഷുക്കണി, ഫുഡ്, സന്തോഷം. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുമയുള്ള ഒരു വിഷു ആയിരുന്നു. ഒരുപാട് പേർക്ക് ഞാൻ ഒരുപാട് പേരായിട്ട് ദക്ഷിണ കൈനീട്ടം കൊടുത്തു.
പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേര് കിട്ടാഞ്ഞിട്ടാണ്. അല്ല, ഒരുപാട് പേർക്ക് ഒരുപാട് പേരെ ഞാൻ ഇങ്ങനെ ആദ്യമായിട്ടാ വിഷുവിന് ഇങ്ങനെ അങ്ങോട്ട് അങ്ങനെ പോയി പരിചയപ്പെടെ എടുക്കുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ പിന്നെ എനിക്ക് ഐഷു ആദ്യമായിട്ട് കൈനീട്ടം തരുന്നത് ഈ വിഷുവിന്. ഞാൻ പറയത്തില്ല, ഞാൻ ഐഷു കൈനീട്ടം തന്നിട്ടുണ്ട്. അല്ല, കൈനീട്ടം കഴിഞ്ഞ വിഷുവിനും നീ വീട്ടിൽ വന്നപ്പോ ഞാൻ നിനക്ക് കൈനീട്ടം തന്നിട്ടുണ്ട്. ആ പിന്നെന്തുവാ, മറ്റേ ഫ്രൂട്ട് സലാഡ് ഒക്കെ ഉണ്ടാക്കി. ഞാൻ ഐഷു എനിക്ക് പക്ഷെ കൈനീട്ടം തരുന്ന ആദ്യമായിട്ട്. വളരെ നല്ലൊരു വിഷുവായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഐഷു കൈനീട്ടം തന്ന വിഷുവായിട്ട് ഐഷു എനിക്ക് എന്ത് തരുമെന്ന് ചോദിച്ചപ്പോ ഐഷു വാങ്ങിച്ചു തന്ന ഡ്രസ്സാണിത്. ഷേപ്പ് അടിക്കണം, പക്ഷെ ഞാനിതങ്ങ് ഇട്ടു. വിഷുവായിട്ട് ഐഷു എനിക്ക് വാങ്ങിച്ചു തന്നെയല്ലേ. ഓഫീസിലേക്ക് ഡെയിലി വിയർ കുറവാണ്. അതെ അതെ അതെ, എനിക്കില്ല. ഞാൻ കുറച്ച് ഡെയിലി വിയേഴ്സ് വാങ്ങിച്ചു, ഓഫീസ് ഔട്ട്ഫിറ്റുകൾ. അപ്പം എന്താ, നമ്മൾ ഇനി കാറ് കൊണ്ടുവന്നിട്ട് ഈ വീഡിയോ എത്രേ ഉള്ളൂ, കാരണം വിഷുവിന്റെ ഒരു കുഞ്ഞു വ്ളോഗായിരുന്നു. അപ്പൊ അത്രേ ഉള്ളൂ. നമ്മളതെല്ലാം ഒരുക്കിയപ്പോഴത്തേനും അടിപൊളിയായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പൊ ഞാൻ വ്ളോഗ് എടുക്കാം, അങ്ങനെ എടുത്തതാണ്. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ അത്രേ ഉള്ളൂ. നല്ല വിഷു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വളരെ സമാധാനവും കാമാൻ ഹാപ്പി ആയിരുന്നു. നല്ലൊരു വിഷു, പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ, അടിമഴക്കൊന്നും ഇല്ലാതെ, വേറെ വള്ളിയൊന്നും വരാത്ത നല്ലൊരു വിഷു, സുന്ദരമായ വിഷു. ഫാമിലി മാൻ അതിന് ശേഷമുള്ള എനിക്ക് നല്ല വിഷുവായിരുന്നു കേട്ടോ. എല്ലാ തരത്തിലും എനിക്കിന്ന് മനസ്സുകൊണ്ടൊരു സങ്കടം ഉണ്ടായിട്ടില്ല. സന്തോഷിക്കാൻ വേണ്ടിയതാണ്, അങ്ങനല്ല, മനസ്സുകൊണ്ടൊരു സങ്കടം ഉണ്ടായിട്ടില്ല. എനിക്കിന്ന് സന്തോഷമായിരുന്നു. പിന്നെ വീട്ടിൽ വന്ന് അവിടെ നിന്നായിരുന്നു ഞങ്ങൾ എല്ലാരും ഇന്ന് ഫുഡ് കഴിച്ചത്. അത് പറഞ്ഞിട്ടുണ്ടോ എടുത്ത്. അപ്പൊ അങ്ങനെ എല്ലാം കൊണ്ടും എനിക്കിന്ന് സന്തോഷമായിരുന്നു കേട്ടോ. ഇനി ആകെയുള്ള സങ്കടം നാളത്തെ ജോലിക്ക് പോകും. ഓ, അത് ഓർക്കുമ്പോഴേ 2 ദിവസം ജോലി ഇല്ലാതെ. സത്യം പറഞ്ഞാൽ എനിക്കിത് കാണുന്ന പ്രേക്ഷകരോട് പറയാനുള്ള ഒരു കാര്യം എന്താ പറയാ, നമ്മള് ജോലി ചെയ്യാതെ വീട്ടിലിരിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യമുണ്ട്, അത് ഏറ്റവും വലിയൊരു സുഖസൗന്ദര്യ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ചിലപ്പോ ഈ ചില ആൾക്കാര്, ഞാൻ ഉൾപ്പെടെ ഇങ്ങനെ ജോലിക്ക് പോകാതിരിക്കുമ്പോ എനിക്ക് ജോലിക്ക് പോകണമെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഞാൻ പറയുക, ജോലിക്ക് പോകാതെ വീട്ടിലിരുന്ന് നമ്മളിപ്പോ എന്തെങ്കിലും കൃഷിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കി വീട്ടിലെ ജോലിയൊക്കെ ചെയ്ത് ചെറിയ ചെറിയ ഈ ജോലികളിലൂടെ വരുമാനം കണ്ടെത്തുന്ന അവസരം ഉള്ളവര് വീട്ടിൽ അങ്ങനെ അത്രയും ബുദ്ധിമുട്ടില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ല കാര്യം കേട്ടോ. എനിക്കും നമ്മളൊരു എന്റർപ്രണർ ആവുക എന്നുള്ളത്, എല്ലാവർക്കും അങ്ങനെ ബിസിനസ് വർക്ക് ആവണമെന്നില്ല. എല്ലാരും ബിസിനസ്സിലോട്ട് ഇറങ്ങരുതെന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം ചിലർക്ക് ബിസിനസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അതിനുള്ള ഒരു ഇതുള്ളവരെ ഇറങ്ങും. അതായത് ഇവര് ബിസിനസ് ചെയ്യുന്നു, അവര് ബിസിനസ് ചെയ്യുന്നു, അത് നമുക്ക് ബിസിനസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ചാടി ഇറങ്ങി അബദ്ധം കാണിച്ചു വെക്കരുത്. എന്നാൽ ഈ എന്താ പറയുന്നത്, 8 മണിക്കൂർ ഈ 9 to 5 ജോലി. പിന്നെ ഒരു കാര്യമാണ്, ഈ ജോലിക്ക് പോകുമ്പോ ഞാൻ മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ 8 മണിക്കൂർ നമ്മൾ ഭയങ്കരമായിട്ട് എൻഗേജ്ഡ് ആയിരിക്കും ഒരു കാര്യത്തിന്. നമുക്കിപ്പോ ലൈഫിൽ എന്തെങ്കിലും ടെൻഷൻ ഉള്ള ആൾക്കാരാണെങ്കിൽ ഏറ്റവും കൂടുതൽ സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് ഈ പറയുന്ന വർക്ക് ചെയ്യുന്നിടത്താ. നമുക്ക് ഈ നല്ല ടെൻഷനൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിലേ അവിടെ അവര് മറക്കും കാര്യങ്ങൾ, മനസ്സിലായോ? അതിന് പറ്റിയൊരു സ്ഥലം, അതൊരു കാര്യമൊക്കെ ശരി. പിന്നെ ദിവസം പോകുന്ന അറിയത്തില്ല. അതിനെപ്പറ്റിയാണ് ഞങ്ങൾ ഇപ്പോൾ സംസാരിച്ചുകൊണ്ട് വന്നത്. നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരു ലൈഫേ ഉള്ളു. അതിപ്പോ നമുക്ക് ഇപ്പൊ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ അടുത്ത ഒരു ടൈമിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് അറിയത്തില്ല. അപ്പൊ നമ്മള് കൂടുതലും അങ്ങ് ലൈഫിന് ഇനി വരുന്ന ഫ്യൂച്ചറിലേക്ക് അങ്ങ് ഭയങ്കരമായിട്ട് കരുതിക്കൊണ്ടിരിക്കാതെ പേടിച്ചു പോയല്ലോ. എന്തോ ഇത് കരുതിക്കൊണ്ടിരിക്കാതെ നമ്മളെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് നമുക്ക് സന്തോഷമാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അതിനു വേണ്ടിയിട്ടുള്ള ഒരു തത്രപ്പാടിന്റെ ഒരു ചെറിയ ഐഡിയ ഞാൻ ഐഷോട് പറഞ്ഞിട്ടുണ്ട്. അത് പോസിബിൾ ആകുമോ എന്നുള്ള കാര്യം അറിയത്തില്ല. അത് പോസിബിൾ ആയാൽ ഞാൻ ആ വ്ലോഗിനകത്ത് പറയാം. എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പൊ എനിക്ക് ഒരുപാട് നേരം കൈ പിടിച്ചോണ്ടിരിക്കാൻ വയ്യ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അത്രേ ഉള്ളൂ. അല്ല, ഇഷ്ടപ്പെട്ടാൽ അങ്ങനെ ലൈക്ക് ചെയ്യുക എന്നുള്ളൊരു സാധനം ഉണ്ടോ? ഇല്ല, ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്തോളൂ. ഞാൻ ജസ്റ്റ് ഇന്ത്യയെ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. എപ്പോഴും പറഞ്ഞല്ലോ. പിന്നെ ഈ കാണുന്നവർക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ അവരത് പറയട്ടെ.
ഇല്ലയോ? കാരണം ഐഷു എടുക്കുന്ന വ്ലോഗില് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള സജഷൻ ഇത് ഇങ്ങനെ ചെയ്താൽ കൊള്ളാം, അല്ലാതെ എന്റെ സുഹൃത്തുക്കള് ഞാൻ വിചാരിച്ചത് സാധാരണ നമ്മളൊരു വ്ലോഗ് ചെയ്യുമ്പോഴത്തേക്കിനും അങ്ങനൊക്കെ സുഹൃത്തുക്കള് കളിയാക്കൊക്കെ ചെയ്യും എന്നാ ഞാൻ വിചാരിച്ചത്. പക്ഷെ എന്റെ ഒട്ടുമിക്ക എല്ലാ സുഹൃത്തുക്കളും ചെയ്യും വ്ലോഗ് ചെയ്യും. ഇപ്പൊ കല്യാണത്തിന് മുമ്പ് തന്നെ എന്റെ പരിപാടിയുടെ വ്ലോഗ് ചെയ്യണടാ ഇത് ചെയ്യണടാ എന്ന് പറഞ്ഞുകൊണ്ട് മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരുപാട്. ഞാൻ പറഞ്ഞത് അല്ല, അതിനകത്തില് ചിലർക്ക് കാണുമോ ഇവൻ ഇത് ഇങ്ങനെ ചെയ്താൽ കൊള്ളായിരുന്നു എന്നൊക്കെ പറയുന്നവരുണ്ടല്ലോ. അവനൊക്കെ വ്ലോഗ് എടുക്കാനാ പറയുന്നത്, വ്ലോഗ് എടുക്കണം എന്ന് പറഞ്ഞിട്ട്. എനിക്ക് ഇതുപോലെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, എന്നെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്തോണ്ടിരിക്കുന്ന. കണ്ടാ അറിയാം, മരിയ ജോർജ് റോഷൻ. മരിയ ജോർജ് റോഷൻ ഈ വീഡിയോ കാണുമ്പം മനസ്സിലാവും എനിക്ക് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിരുന്നു എന്നുള്ളത്. അപ്പൊ അങ്ങനെ നമ്മളെ ലൈഫിൽ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടെന്ന് പറയുന്നതും വലിയ കാര്യം കേട്ടോ. അതും ചിലർക്കാണെങ്കിൽ ഇത് സില്ലി ആയിട്ട് തോന്നും, ഇങ്ങനെ യൂട്യൂബ് വീഡിയോ എന്നൊക്കെ ഉള്ളത്. പക്ഷെ അല്ല, നമുക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങളല്ലേ അതൊക്കെ. എന്നെ മോട്ടിവേറ്റ് ചെയ്തത് സച്ചിനായാലും അമലായാലും ഇതിങ്ങനെ അന്ന് നമ്മള് അവന്റെ പരിപാടി പറഞ്ഞു അവന്റെ കല്യാണത്തിന്റെ വ്ലോഗ് സെറ്റ് ചെയ്തിടാൻ പറഞ്ഞു. ആന്റണി ഞാൻ ആദ്യമായിട്ട് എന്റെ ഫസ്റ്റ് വ്ലോഗ് ആന്റണിയുടെ അല്ലായിരുന്നു, ആന്റണിയുടെ കല്യാണം അല്ലായിരുന്നു. ഞാൻ കൊല്ലത്ത് പോയ കല്യാണം. ഞാൻ ആ വ്ലോഗ് ഇട്ടതിന്റെ അന്ന് എനിക്ക് അവരൊരു വോയിസ് മെസ്സേജ് അയച്ചായിരുന്നു. ഇതുപോലത്തെ അവന് എൻജോയ് ചെയ്യാൻ പറ്റാതെ പോയ കുറെ ഇതുണ്ടല്ലോ പാർട്ടുകള് കാണാൻ പറ്റി, അത് വലിയ സന്തോഷമായിരുന്നു. നിന്റെ വ്ലോഗ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഒരുപാട് നന്ദിയുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായത് നമ്മളൊരു വ്ലോഗ് എടുക്കുമ്പോ ഒന്നാമത്തെ കാര്യം ഇതൊക്കെ ഒരു മെമ്മറിയാ, മനസ്സിലായോ? അപ്പൊ അത് നമ്മളിത് ആൾക്കാര് കാണുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, നമ്മുടെ ഗാലറി സൂക്ഷിക്കുന്ന പോലെ. അല്ല അങ്ങനല്ല, അങ്ങനല്ല. നമ്മൾ ഈ പറയുന്ന സാധനങ്ങളെല്ലാം ഐക്ഷോ മറ്റേ ഗാലറിയിൽ അപ്ലോഡ് ചെയ്യുന്ന പോലെ യൂട്യൂബിൽ ഇടുന്നു, അത് കാണുന്നവര് കാണട്ടെ, അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞത് ഇത് തുടങ്ങിയപ്പോഴേ എനിക്കൊരു എൻജോയ്മെന്റ്. കാരണം എന്റെ ഫ്രണ്ട് സർക്കിൾ എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ള, ഭയങ്കര ഫണ്ണായിട്ടുള്ള, നമ്മൾ ഇപ്പൊ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ സമയം പോകുന്ന അറിയത്തില്ല. അതുപോലുള്ള നല്ല ഫ്രണ്ട് സർക്കിളാ. എനിക്കത് മൊത്തം ഇങ്ങനെ കാണിക്കാനാവില്ല, കാരണം പറയുന്ന ഭാഷയൊക്കെ ഇച്ചിരി കൂട്ടുകാര് പറയുന്ന ഭാഷ ഉണ്ടല്ലോ. അപ്പൊ എന്റെ ഫ്രണ്ട് സർക്കിൾ നല്ലയാ. അപ്പൊ എനിക്ക് തോന്നി അത് വ്ലോഗായിട്ട് എടുത്ത് ഇടാമല്ലോ, യൂട്യൂബിൽ ഇടാന്ന് വിചാരിച്ചു. അല്ല, കോമഡി അതല്ല. ഐഷ പറയുമായിരുന്നു ഈ വീഡിയോ ഭയങ്കര ലെങ്ത് കുറവാ, അതിന് വേണ്ടിട്ട് ഇപ്പൊ ലെങ്ത് ആയി, നല്ല ലെങ്ത് ആയിട്ടുണ്ട്. എനിക്ക് തോന്നി അത് വ്ലോഗായിട്ടാണ്. എനിക്ക് ഇത് വ്യൂസ് വേണ്ട, സബ്സ്ക്രൈബേഴ്സ് വേണ്ട, എനിക്കൊരു രസം, ഞാൻ എടുത്തിടുന്നു. മനസ്സിലായോ? ഞാൻ ഭയങ്കര പക്ഷെ ഞാൻ തിരിച്ചാ, ഞാൻ ഭയങ്കര സംസാരപ്രിയ. എന്റെ വ്ലോഗ് പല ഫസ്റ്റ് തുടങ്ങുന്ന ആവശ്യമായിരിക്കത്തില്ല, ഇടയ്ക്കൊക്കെ ആവുമ്പത്തേനും. അല്ലല്ല, ഞാൻ ഭയങ്കര സംസാരപ്രിയ. പക്ഷെ ഐഷു അത്ര ചില വ്ലോഗില് എനിക്ക് അതിനകത്തില് സജഷൻ ഉണ്ട്. പ്രേക്ഷകൻ എന്നുള്ള രീതിയില് എനിക്ക് സജഷൻ ഉണ്ട് കേട്ടോ. പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ എനിക്ക് സജഷൻ ഉണ്ട്. അതായത് ഐഷു ചില ക്ലിപ്പുകൾ അങ്ങനെ അങ്ങിടും, സംസാരമൊന്നുമില്ല. ഒരു വീഡിയോക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനത് കുത്തിയിരുന്നതിനകത്ത് അങ്ങനെയൊക്കെ ഉത്തരവാദിത്തം വരുമ്പോഴത്തേനും വേണ്ടി പിന്നെ എനിക്ക് മടിയായി തുടങ്ങും. ഇതാകുമ്പോഴത്തേനും കട്ട് ചെയ്ത് എനിക്ക് പണ്ടോട്ടെ ഈ ട്രോൾ ഇടുന്ന ഇഷ്ടമായതുകൊണ്ട് ട്രോൾ കയറ്റി പ്രേക്ഷക എന്നുള്ള രീതി ഞാൻ പറയുന്നത് വോയിസ് ഓവർ കൊടുക്കണ്ട, പക്ഷേ മാക്സിമം സംസാരിക്കുക, അല്ലാതെ സീനുകൾ മാത്രം പിടിക്കാതിരിക്കുക. അവിടെ എന്തെങ്കിലും ഒക്കെ സംസാരിച്ചുകൊണ്ടേയിരിക്കുക, മനസ്സിലായോ? അത് ഭയങ്കര മുഖവിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. സജഷൻ എടുക്കണേ ഇനിയുള്ള വ്ലോഗിലല്ല. ഞാൻ പക്ഷെ ഐക്ഷോടെ നിന്ന് ഫോൺ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഞാൻ സംസാരിക്കും. അതിപ്പോ എന്റെ വ്ലോഗ് പോലെ കേട്ടോ. എനിക്കൊരു ചാനൽ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. ഇനി എനിക്ക് വീഡിയോസ് ഒക്കെ ഇടണമെന്നുണ്ട്. കാരണം എന്നോട് എല്ലാവരുടെയും വിചാരം കല്യാണം കഴിഞ്ഞിട്ട് എനിക്കൊന്ന് വലിയ മാറ്റം വന്നതുപോലെ. സത്യം പറഞ്ഞാൽ സമയമില്ല. ഫസ്റ്റ് റീസൺ എന്താ അറിയോ? ഫോൺ സ്റ്റോറേജ് ഇല്ല. ഒരു ഫോട്ടോ എടുക്കാനുള്ള സ്റ്റോറേജ് പോലും ഫോണിൽ. പിന്നെ എനിക്ക് ഒന്നത്തെ കാര്യം സമയവും കിട്ടുന്നില്ല ഇത് എഡിറ്റ് ചെയ്യാനായിട്ട്. നമ്മൾ ഒത്തിരി ലാഗ് അടുപ്പിച്ചൊക്കെ ഇത് ഇടുന്നത്, അതും ഒരു പ്രശ്നമാണ്. എന്തായാലും ഒരുപാട് ദൈർഘിപ്പിക്കുന്നില്ല. അപ്പൊ ഹാപ്പി വിഷു.
അപ്പൊ ഓക്കെ, ബൈ 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 ബൈ. അനിയ നിൽ